സർ, ഇസ്രയേലും ഇറാനും അതിരൂക്ഷമായ പ്രത്യാക്രമണങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ ഇറാൻ തിരിച്ചടിക്കുകയായിരുന്നു എന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. ടെൽ-അവീവിലും ജെറുസലേമിലുമൊക്കെ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന തരത്തിലും വാർത്തകൾ പുറത്തുവരുന്നു. ഇറാനും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു തുറന്ന മിസൈൽ യുദ്ധമാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എത്രത്തോളം ശരിയാണ് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചു എന്ന തരത്തിൽ പുറത്തുവരുന്ന വാർത്തകൾ? ഏറ്റവും ഒടുവിൽ ഇറാൻ ഇസ്രയേൽ യുദ്ധത്തെ നമുക്ക് എങ്ങനെ വിശകലനം ചെയ്യാം? ഇറാൻ ഇസ്രയേൽ യുദ്ധം പൂർണ്ണമായിട്ടും സംഘർഷം അല്ലെങ്കിൽ ഏറ്റവും വലിയ ലോകത്തെ ഭീതിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തിരിച്ചടിയായിട്ട് ഇറാൻ പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചും ധാരാളം ഡ്രോണുകൾ, അതായത് 300 ഡ്രോണുകൾ വരെ വന്നു എന്നാണ് വാർത്താ ഏജൻസികളിൽ നിന്നും അല്ലെങ്കിൽ ദേശീയ വാർത്താ ഏജൻസികളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന ഇറാനിലെ ടെൽ-അവീവ്, ജെറുസലേം, സെൻട്രൽ ഇസ്രായേൽ എന്നിവിടങ്ങളിലൊക്കെ നാശനഷ്ടം ഉണ്ടാവുകയും ആളപായം ഉണ്ടാവുകയും ധാരാളം പേർക്ക് പരിക്ക് പറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പൊ റിപ്പോർട്ടിംഗ് വരുന്നത്. അപ്പം ഈ സമയം തന്നെ ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് ഇന്നലെ 2 വട്ടം ഇസ്രായേൽ തിരിച്ചടിച്ചിട്ടുണ്ട്. അവിടെ ആണവ ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. ഭൂഗർഭ ആണവ നിലയങ്ങൾ കാത്തു തിരിച്ചടിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ 200-നപ്പുറം വിമാനങ്ങൾ ഇറാനിന്റെ വ്യോമപാതയിൽ തന്നെ നിൽക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം മോശമാണെന്നോ അല്ലെങ്കിൽ അവർക്ക് സൈനിക ബലമില്ലെന്നോ അവരുടെ സൈനിക ശേഷിയെ പറ്റി ബോധ്യമില്ലാത്തതുമായിട്ടുള്ള ഒരു രാജ്യമല്ല ഇസ്രായേൽ. ഇസ്രായേലിന് ഇറാനെ അടിച്ചാൽ ആരുടെയും ഒരുപക്ഷെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ ഇറാനെ തീർക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അടിച്ചിട്ടുള്ളത്. ഇസ്രായേൽ അടിക്കുന്നതിന് ശേഷവും ട്രംപ് പറഞ്ഞത് ഞങ്ങളുടെ അനുവാദത്തോടു കൂടിയല്ല അടിച്ചതെന്നാണ്. അതിന്റെ അർത്ഥം എന്താ? ഇസ്രായേൽ ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ അമേരിക്കയുടെ അനുവാദം മേടിച്ചിട്ടല്ല ഈ പ്രാവശ്യം ആക്രമണം നടത്തിയിട്ടുള്ളത്. അതിനു മുമ്പ് ബാലിസ്റ്റിക് മിസൈലുകൾ അല്ലെങ്കിൽ മിസൈൽ വർഷത്തിന് തിരിച്ചടി കൊടുത്തുകൊണ്ടുള്ള ഒരു ആക്രമണം ഒരു ദിവസം ബൈഡൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഒരു ദിവസം അല്ലെങ്കിൽ ഇത്ര മണിക്കൂറായിട്ടുള്ള ഒരു ആക്രമണം നടത്തണം, അതിനകത്ത് ആണവ നിലയങ്ങളെ അടിക്കാൻ പാടില്ല, മറ്റു നിബന്ധന വെച്ചിട്ട് തിരിച്ചടിച്ച് ഏതാണ്ട് അന്ന് ഒരു വലിയ തിരിച്ചടി ഇറാന് കൊടുത്തത് നമുക്ക് ഓർമ്മയുണ്ടല്ലേ. അതിനുശേഷം ഇപ്പോഴാണ് ആണവ കേന്ദ്രത്തെ ആക്രമിക്കുന്നത് 20 കൊല്ലത്തിന് ശേഷമാണ്. ഒരുപക്ഷെ ഇറാഖ് യുദ്ധത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു തിരിച്ചടി. അപ്പം ഇതിനുശേഷം ഇറാൻ പ്രതിരോധ മന്ത്രി പ്രതിരോധ മന്ത്രിയുമായിട്ട് സംസാരിച്ചിരിക്കുന്നു. UN ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നു. UN-ൽ 2 രാജ്യത്തിന്റെയും ആൾക്കാർ ചെന്നിട്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയിൽ പറഞ്ഞിട്ടില്ല. നമ്മുടെ വിദേശകാര്യമന്ത്രി ഇറാനുമായിട്ട് സംസാരിച്ചു. നമ്മുടെ പ്രധാനമന്ത്രി നെതന്യാഹുവായിട്ട് സംസാരിച്ചു. അപ്പം ഇത്തരത്തിൽ ഇടപെടൽ നടത്തുമ്പോഴും ഈ 2 രാജ്യങ്ങളും പരസ്പരം യുദ്ധത്തിന് ഏർപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പം ഇറാന് ഒരുപക്ഷെ ആകാശ യുദ്ധത്തിലോ കരയുദ്ധം നടക്കത്തില്ലല്ലോ. കരയുദ്ധം എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങൾ അടുത്തരത്തിൽ ആകാശ യുദ്ധത്തിൽ ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ഒരു നിലപാട്. പക്ഷെ പിന്നെ ഏതൊക്കെ രീതിയിലുള്ള ആയുധങ്ങളുണ്ട്, അതിനകത്തുള്ള പ്രോക്സികൾ എത്രയൊക്കെ ചെയ്യുമെന്നുള്ളതിനെ പറ്റി നമുക്ക് ബോധ്യമില്ല. കാരണം ഇപ്പൊ തന്നെ തിരിച്ചൊരു പ്രത്യാക്രമണം വന്നപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ നാശനഷ്ടം ഉണ്ടായി. ഇങ്ങനെ നാശനഷ്ടം ഉണ്ടാകും എന്ന് കണ്ടു തന്നെയാണ് ഇസ്രായേൽ തിരിച്ചടിച്ചിരിക്കുന്നത്. അപ്പൊ ഇറാന്റെ തിരിച്ചടി വന്നപ്പോൾ തന്നെ നെതന്യാഹുവും അവരുടെ പ്രതിരോധ മന്ത്രിയും ഒക്കെ ബംഗറിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പൊ അവരത് സുരക്ഷിതമായിട്ട് മാറിയുന്നുകൊണ്ട് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ ഇപ്പം യുദ്ധം നിർത്താൻ തയ്യാറില്ലെന്ന് UN-നോടും അല്ലെങ്കിൽ അതിനകത്ത് ഇടപെടുന്നവരോടും പറയുമ്പോൾ ഇറാനെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധം വലിയ വലിപ്പത്തിൽ പോകും. ഇറാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചടിക്കും. ഇതിന്റെ എല്ലാം കാരണക്കാരൻ അമേരിക്കയാണ്. അപ്പൊ അമേരിക്ക ഇപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് അമേരിക്കയുടെ യുദ്ധക്കോപ്പുകളുമായിട്ട് അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകളുമായിട്ട് വരുന്നതായിട്ടും അല്ലെങ്കിൽ പുറപ്പെട്ടിരിക്കുന്നതായിട്ടും ധാരാളം പട്ടാളക്കാരെ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുന്നതായിട്ടും ഒക്കെയുള്ള വാർത്ത വരുന്നത് അത് ഒരു പരിധിവരെ ശരിയുമാണ്. കാരണം അമേരിക്കയെ തിരിച്ചടിക്കുമെന്ന് പറയുമ്പോൾ അമേരിക്കയിൽ പോയി ഇറാൻ തിരിച്ചടിക്കത്തില്ല. അമേരിക്കയെ തിരിച്ചടിക്കാൻ പോകുന്നത് അവരുടെ ബേസുകളാണ്. അത് ഇറാഖിലുണ്ട്, സൗദിയിലുണ്ട്, ഈ പറയുന്നത് പോലെ നമ്മുടെ ഖത്തറിലുണ്ട്, മറ്റു പല സമീപ രാജ്യങ്ങളിലും ഉണ്ട്. അതായത് ഇവരുടെ സഖ്യ രാജ്യങ്ങളായിട്ടുള്ള നാറ്റോ രാജ്യങ്ങളായിട്ടുള്ള പല രാജ്യങ്ങളും ഇത്തരത്തിൽ ഉള്ളപ്പോൾ അവിടെ തിരിച്ചടിക്കുമെന്ന് പറയുമ്പോൾ ഇപ്പം യുക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ആ റഷ്യയുടെ ഒരു സഹായം കിട്ടിക്കൂടായികയില്ല. ഈ അവസരം മുതലെടുത്ത് അവരെ ആക്രമിക്കുന്നതിന് പറയും നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും
അമേരിക്കയും ഒക്കെ ഉള്ളതാണെന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഈ അവസരം മുതലാക്കി ഇറാന്റെ ഭാഗമായിട്ട് നിന്ന് അല്ലെങ്കിൽ ഇറാനെ കൊണ്ട് അമേരിക്കയുടെ സൈനിക ബേസുകൾ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട്. അങ്ങനെ ആക്രമിക്കും എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ യുദ്ധക്കപ്പലുകളും സൈനികരെയും ഒക്കെ വിന്യസിക്കുകയും അതുപോലെ തന്നെ ഈ ബേസുകളിൽ നിന്ന് പ്രധാനപ്പെട്ട യുദ്ധോപകരണങ്ങളും ഒക്കെ മാറ്റുന്നതായിട്ടുള്ള വാർത്തയും വരുന്നത്. അതായത് ഈ യുദ്ധം ഇന്നും നാളെയും അവസാനിക്കുന്ന ഒരു അവസ്ഥയില്ല. ഈ യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാളെ കാലത്ത് ഈ യുദ്ധത്തിന്റെ രണ്ട് ചേരിയിലുമായിട്ടുള്ള ഒരു ചേരിതിരിവ് ഉണ്ടാകുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇറാന്റെ കൂടെ നമ്മൾക്ക് ഇപ്പം ഒരു രാജ്യവും ഇല്ല, അത് തുർക്കി മാത്രമാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഇറാന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ, ഇടപെടാൻ സാധ്യതയുള്ള രാജ്യങ്ങളാണ് ചൈനയും റഷ്യയും ഒക്കെ. അപ്പൊ അത്തരത്തിലേക്ക് ഒരു നീക്കം വന്നാൽ ഒരു പക്ഷേ അതൊരു വലിയ നീക്കമായിരിക്കും. ആ നീക്കത്തിന്റെ പ്രത്യാക്രമണം കിട്ടാൻ പോകുന്നത് അമേരിക്കയ്ക്കായിരിക്കും. അമേരിക്ക അതുകൊണ്ടാണ് ഇന്നലെയും ട്രംപ് പറഞ്ഞത് എനിക്ക് ഇതിനകത്ത് പങ്കില്ല. പക്ഷെ ഇറാൻ വിടാൻ തയ്യാറല്ല, അമേരിക്ക അറിയാതെ ഇസ്രായേൽ ആക്രമിച്ചിട്ടില്ല എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. ഏതായാലും രണ്ടാമത്തെ പ്രത്യാക്രമണത്തിലും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വളരെ വലിയ കേടുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാന്റെ തിരിച്ചടിയൊന്നും കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഡാമേജ് ഉണ്ടാക്കിയത് കൊണ്ട് ഇസ്രായേൽ ഒതുങ്ങുമെന്ന് കരുതണ്ട. ഈ ഒരു അല്ലെങ്കിൽ അവർ ഇന്നലെ അടിച്ചതിനകത്ത് അവർ വ്യക്തത വരുത്തി. നമ്മൾ പാകിസ്ഥാനെ അടിച്ചതുപോലെ പറഞ്ഞാണ് ഞങ്ങൾ അടിച്ചതിനകത്ത് ഒരു സിവിലിയനും കുഴപ്പം വന്നിട്ടില്ല, പക്ഷെ തിരിച്ചടിക്കാത്ത ഞങ്ങളുടെ സിവിലിയനിൽ കുഴപ്പം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ജനവാസ മേഖലയിലേക്കാണ് ആക്രമണം നടന്നത്. അതുകൊണ്ട് അതിന്റെ തിരിച്ചടിയും പ്രത്യാക്രമണവും ഒക്കെ വളരെ വലിയതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വ്യോമപാതയിൽ ഇപ്പോഴും 200ഓളം യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ ജെറ്റുകൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഏത് സമയത്തും അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു യുദ്ധം അടുത്ത കാലത്തെങ്ങും അവസാനിക്കുന്ന ഒരവസ്ഥയിലേക്കല്ല ഇന്നത്തെ ഒരു ഗതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഈ യുദ്ധത്തിനകത്ത് തിരിച്ചടി കിട്ടാൻ സാധ്യതയുള്ള രാജ്യം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ എന്തായാലും യുദ്ധത്തിന് ഇറങ്ങാതെ തന്നെ തിരിച്ചടി കിട്ടാനും അല്ലെങ്കിൽ ഇറാന്റെ ഭാഗമായിട്ട് നിൽക്കാത്ത അറേബ്യൻ രാജ്യങ്ങളെ ഹൂത്തികൾ ഉപയോഗിച്ച് പ്രോക്സികളെ ഉപയോഗിച്ച് ആക്രമിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും ഒക്കെ ഇറാൻ നടത്തും. അതിനുവേണ്ട സഹായങ്ങൾ ഒരുപക്ഷെ ചൈനയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ റഷ്യയുടെ ഭാഗത്തു നിന്നും പൂർണ്ണമായിട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കലുഷിതമാണ്, തകർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തകർത്തിരിക്കുകയാണ് ഇറാനെ എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. യെസ്. എന്തായാലും യുദ്ധം നിർത്താൻ തയ്യാറല്ല എന്ന് യുഎന്നിനെയും അല്ലെങ്കിൽ മധ്യസ്ഥ സ്ഥാനം വഹിക്കാനെത്തുന്ന ലോകരാജ്യങ്ങളെയും അറിയിക്കുമ്പോൾ പ്രശാന്ത് സർ സൂചിപ്പിച്ചതുപോലെ ഈ യുദ്ധം ഇപ്പോഴൊന്നും അവസാനിക്കാൻ സാധ്യതയില്ല എന്ന കാര്യം വ്യക്തമാണ്. ഒപ്പം ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് ഇറാന്റെ ചില നയങ്ങളെ, ഇറാന്റെ ചില നിലപാടുകളെയൊക്കെയാണ്. അതിന് പ്രത്യാക്രമണം നടത്തുകയാണ് ഇറാൻ എന്ന് അവരും ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. അത്തരത്തിലുള്ള ആക്രമണമാണ് പശ്ചിമേഷ്യയിൽ നടക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.